ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. നമ്മളെ എപ്പോഴും ഒരേപോലെയല്ലേ പരിപ്പ് കറി വയ്ക്കാറ്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ടൊരു പരിപ്പ് കറി വെച്ചാലോ? സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കപ്പോളം തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ: ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സബോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. അപ്പോൾ തക്കാളി, പച്ചമുളക്, സവാളയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പുണ്ടല്ലോ, അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടിയിട്ടിട്ട് ഒരുമിച്ച് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറായിട്ട് വരിക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ആവശ്യത്തിന് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി കാച്ചാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 10 അല്ലി വെളുത്തുള്ളി, 10 അല്ലി ചെറിയുള്ളി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഈ വറ്റൽമുളകിൽ കാശ്മീരി മുളകും മറ്റേ സാധാ എരിവുള്ള മുളകും കൂടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിനി ആദ്യം തന്നെ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അറിയാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആദ്യം ഇട്ട് കൊടുക്കണം. അതായത് ഉള്ളി, വെളുത്തുള്ളി ഒക്കെ ആദ്യം ഇട്ട് കൊടുത്തിട്ട് മുകളിൽ നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം. ജീരകം കൂടി ഇടണം കേട്ടോ ക്രഷ് ചെയ്യണേൽ. അപ്പോൾ നല്ലോണം പേസ്റ്റ് പോലെ ഒന്നും അരയ്ക്കരുത്, ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ തീ തട്ടിയിട്ട് ചട്ടി പൊട്ടുന്നത് നമുക്ക് ഒഴിവാക്കാം. അതിലേക്ക് 2 വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് ഏറ്റവും അവസാനം ഡെക്കറേറ്റ് ചെയ്യാനാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരണം കേട്ടോ, ഇല്ലെങ്കിൽ അതിനൊരു പച്ചച്ചുവ വരും. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്ന മസാലയ്ക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് തിള വരണം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇത്തിരി തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നല്ലോണം ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം ചവയ്ക്കും. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന് തിളയൊക്കെ വന്ന് തുടങ്ങി ഏറ്റവും അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വറുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.